ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു KS മിൻഡർ. ഇപ്രാവശ്യം നമ്മൾ കറണ്ട് അഫെയർ മാഗസിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ജൂൺ മാസത്തിലെ കറണ്ട് അഫെയർ മാഗസിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫെയർസ് മാഗസിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ കറണ്ട് അഫെയർ മാഗസിൻ്റെ PDF നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, KS മിൻഡറിൻ്റെ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. വിഷ്വലി നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇത്തവണയും നമ്മൾ കറണ്ട് അഫെയർ മാഗസിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് PDF ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽ കറണ്ട് അഫെയർസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കറിയാം LICSന്റെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെയും SIൻ്റെയും ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ രണ്ടിൻ്റെയും ടെസ്റ്റ് സീരീസുകൾ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫെയർസിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ അവാർഡ്സിലേക്കാണ് പോകുന്നത്. അവാർഡ്സ് നോക്കിക്കേ, ആദ്യം തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് 16ാമത് JC ഡാനിയൽ അവാർഡിനെ പറ്റിയിട്ടാണ്. അതായത് 16ാമത്തെ എഡീഷനാണ്. അതിനകത്ത് മികച്ച ചിത്രം ഏതാന്ന് നോക്കിയേ, ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. അതിന് സംവിധായകനെ നമ്മൾ ഓർത്തിരിക്കണം, ഫാസിൽ മുഹമ്മദ് ആണ്. മികച്ച ഗായകൻ നോക്കിയേ, വേടനാണ് അല്ലെ. വേടൻ ഈ അടുത്ത് വളരെ വിവാദ നായകനായിരുന്നു, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിലെ സോങ്ങിനും പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞ സോങ്ങിനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് മികച്ച ഗായകനായിട്ടുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. എവിടെ? JC ഡാനിയൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഓർത്തിരിക്കുക, മികച്ച ഗായിക 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് വൈക്കം വിജയലക്ഷ്മിക്കും ദേവനന്ദ ഗിരീഷ് എന്ന് പറഞ്ഞ 2 പേർക്ക് ഗായകമാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച നടൻ നോക്കിക്കേ, നമ്മുടെ ആസിഫ് അലിയാണ് അല്ലെ. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ മൂവിക്കാണ് ആസിഫ് അലിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ മൂവിയാണ് 2ാമത്തെ ബെസ്റ്റ് ഫിലിം ആയിട്ട് എടുത്തിട്ടുള്ളത്. മികച്ച നടി നോക്കിയേ, ചിന്നു ചാന്ദിനിയാണ്. ചിന്നു ചാന്ദിനിയുടെ വിശേഷം എന്ന് പറഞ്ഞ മൂവിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതും ഓർത്തിരിക്കുക. പിന്നെ മികച്ച സംവിധായകൻ ചിദംബരമാണ്. അദ്ദേഹത്തിന്റെ മൂവി മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അത് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം അല്ലെ. നമ്മുടെ MK സാനു മാസ്റ്റർ ഈ മാസം മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലുള്ള, അതായത് MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 10ാമത്തെ അവാർഡാണിത്. 10ാമത്തെ MK സാനു ഗുരുപ്രസാദ് പുരസ്കാരമാണ് നമുക്ക് ആർക്ക് കിട്ടിയിരിക്കുന്നത്? NS മാധവന് കിട്ടിയിരിക്കുന്നത്. ഓർത്തിരിക്കുക, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ NS മാധവനായിരുന്നു. ഇദ്ദേഹം ഒരു IAS കാരനാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കേരള സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഒക്കെ ആയിട്ട് റിട്ടയർ ആയ ആളാണ്. ഹിഗ്വിറ്റ്വ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. അതൊക്കെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അവാർഡ്സ് കഴിഞ്ഞ് ആദ്യമേ പോകുന്നത് സ്പോർട്സിലേക്കാണ് കേട്ടോ. സ്പോർട്സിൽ നോക്കിയേ, വനിതാ യൂറോപ്പ് കപ്പ് കിരീടം ഇംഗ്ലണ്ടിന് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കിരീടം അടിക്കുന്നത്. 2022ലും 2025ലും ആയിട്ട് 2 പ്രാവശ്യം നമുക്ക് ഇംഗ്ലണ്ടിന് കിരീടം കിട്ടിയിട്ടുണ്ടോ? ഓർത്തിരിക്കുക. നമ്മൾ ഏതൊരു ഇവന്റ് പഠിക്കുമ്പോഴും അത് ആരാണ് വിൻ ചെയ്തത്, എവിടെയാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടായിരുന്നു യൂറോ കപ്പ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ 8 തവണ കപ്പ് അടിച്ചിട്ടുള്ളത് ജർമ്മനിയാണെന്നും ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് ആദ്യമേ ഫ്രാൻസുമായിട്ട് ഫസ്റ്റ് കളി ഫ്രാൻസുമായിട്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റതിന് ശേഷമാണ് ബാക്കിയുള്ള കളികളൊക്കെ ജയിച്ചിട്ട് വിന്നേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ കോച്ചിന്റെ പേരും ഓർത്തിരിക്കുക, സെറീന വിക്മാൻ എന്നാണ് വുമൺ കോച്ചിന്റെ പേര്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് ലോക വനിതാ ചെസ് ചാമ്പ്യൻ അല്ലെ. നമ്മുടെ ഒരു ഇന്ത്യ വനിതയാണ് ആയത്. ആരാടാ നോക്കിക്കേ, ദിവ്യ ദേശ്മുഖ് ആണ് നമ്മുടെ ചാമ്പ്യൻ ആയിട്ടുള്ള ഫിഡയുടെ വുമൺ ചെസ് ചാമ്പ്യൻ ആയിട്ട് വന്നത് നമ്മുടെ ദിവ്യ ദേശ്മുഖ് ആണ്. ഈ നേട്ടത്തോടെ ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറുക അല്ല ചെയ്തേ. ഓർക്കുക, ഈ 88 പേരിൽ നമുക്ക് എത്രയാ, ആകെ 4 വുമൺ ഗ്രാൻഡ് മാസ്റ്റേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ വുമൺ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ആദ്യം ആവുന്നത് നമ്മുടെ കൊനേരു ഹംപി ആയിരുന്നു. അതായത് നമ്മൾ കൊനേരു ഹംപിനെയാണ് തോപ്പിച്ചിട്ട് നമ്മുടെ ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ വിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, ഒരു ഇന്ത്യൻ ഫൈനലായിരുന്നു. കൊനേരു ഹംപി വേഴ്സസ് ദിവ്യ ദേശ്മുഖ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ദിവ്യ ദേശ്മുഖിന് ആകെ 19 വയസ്സേ ഉള്ളൂ. പക്ഷെ കൊനേരു ഹംപിക്ക് കുറച്ച് ഏജ് ഉണ്ട്. 2002 15ാമത്തെ വയസ്സിലാണ് കൊനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വരുന്നത്. അതൊക്കെ ഓർത്തിരിക്കുക. ആകെ 4 വുമൻസ് ഉള്ളത്. ഏതൊക്കെയാ? കൊനേരു ഹംപി, വൈശാലി, ദ്രോണവല്ലി ഹരിക എന്നൊക്കെ പറഞ്ഞ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ദിവ്യ ദേശ്മുഖും വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാഗ്പൂർ ആണ് സ്വദേശം എന്ന് തന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയാണ് നമ്മുടെ
കൊനേരു ഹംപി ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രയാണ്, അതും ഓർത്തിരിക്കുക. പിന്നെ ഇതും എവിടെയാണ്? ജോർജിയ. സ്ഥലം ഓർത്തിരിക്കുക, ജോർജിയയിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ ചാമ്പ്യൻഷിപ്പ് നടന്നത്. പിന്നെ നോക്കിയേ, ഫോർമുല 1 അല്ലേ, ബെൽജിയത്തിന്റെ ഗ്രാൻഡ് പ്രി ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മെക്ലാരന്റെ ഡ്രൈവർ ഓസ്കാർ പിയാട്രസ് ആണ് ജേതാവായത്. അതൊന്ന് അറിഞ്ഞിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് PSC അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ലോക പോലീസ് മീറ്റ് അല്ലേ. ലോക പോലീസ് മീറ്റിൽ ആരാ? നമ്മുടെ സജൻ പ്രകാശ്, മലയാളിയായിട്ടുള്ള സജൻ പ്രകാശ് 7 ഇനങ്ങളിലാണ് സ്വർണം നേടിയത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു 3 സിൽവറും കൂടി അടിക്കുന്നുണ്ട്. അപ്പൊ മൊത്തം അദ്ദേഹത്തിന് എത്ര? 10 മെഡലുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. 10 മെഡലുകൾ കിട്ടുന്നുണ്ട്. ആ ചാമ്പ്യൻഷിപ്പിൽ ആദ്യം വരുന്നത് USA ആണ്, രണ്ടാമത് വരുന്നത് നമ്മുടെ ബ്രസീലാണ്, പക്ഷെ മൂന്നാമത് വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ മെഡൽ അടിക്കുന്നത് UP പോലീസാണ് കേട്ടോ. UP പോലീസിനാണ് ഏറ്റവും കൂടുതൽ മെഡൽ അടിക്കുന്നത്. അതൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇത് 2 വർഷം കൂടുമ്പോഴാണ് ഈ ഇവന്റ് നടക്കുന്നതും. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയേ, ജാവലിൻ ത്രോ അല്ലേ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന് വേദിയാവുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മളൊരു പ്രത്യേകമായിട്ട് ഇതിന്റെ ഹൈറാർക്കിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈറാർക്കി ഒന്ന് അറിയണമെന്നല്ലേ. അതായത് വേൾഡ് അത്ലറ്റിക്സിന് ഒരു ഹൈറാർക്കി ഉണ്ട്. അതായത് അതിന് നമുക്ക് ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ ആണ് ഫസ്റ്റ് ഹൈറാർക്കി. അതിനകത്താണ് നമ്മുടെ ഈ ഡയമണ്ട് ലീഗുകൾ പോലത്തെ മത്സരങ്ങൾ വരുന്നത്. ഇപ്പൊ ദോഹ ഡയമണ്ട് ലീഗ്, അല്ലെങ്കിൽ പോളണ്ടിലൊക്കെ ഈ അടുത്ത ഡയമണ്ട് ലീഗുകൾ നടക്കുന്നുണ്ട്, സൂറിച്ച് ഡയമണ്ട് ലീഗ്, അങ്ങനെയൊക്കെ നടക്കുന്നത്. അതാണ് ടോപ്പ് ടയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു സെറ്റ് ഉണ്ട്, കോണ്ടിനെന്റൽ ടൂർ എന്ന് പറഞ്ഞിട്ട്. ഈ കോണ്ടിനെന്റൽ ടൂറിനെ തന്നെ നമ്മൾ പിന്നെയും ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രോൺസ് എന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? അടുത്ത സെറ്റാണ് അതർ റെക്കഗ്നൈസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞ് വേറെ ഇൻഡോർ ഇവന്റ്സുകളുടെ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ഉള്ളതാണ് എന്ത്? നമ്മുടെ ചാമ്പ്യൻഷിപ്പുകൾ കേട്ടോ, ചാമ്പ്യൻഷിപ്പുകൾ. അപ്പോൾ നമ്മുടെ ഈ വേൾഡ് അത്ലറ്റിക്സിന് നമ്മൾ 4 ടയറിലാക്കി തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടയറിൽ തന്നെ 3 പിരിവുണ്ട്. നമ്മുടെ ഈ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ടൂർ കാറ്റഗറിയിൽ വരുന്ന ഗോൾഡ് ഇവന്റ് ആണ്. അതായത് ഇങ്ങനത്തെ ഇവന്റുകൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ ഇവന്റിലെ റാങ്കുകളെ പറ്റി പറയാറില്ല. ഇപ്പൊ നീരജ് ചോപ്ര മുന്നേ ജാവലിൻ ത്രോയിൽ വേൾഡ് നമ്പർ 1 ആയിരുന്നു, 2 ആയിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ ഇങ്ങനെ റാങ്ക് ചെയ്യുന്നത് ഇതുപോലെ ഓരോ ഇവന്റുകളിൽ പങ്കെടുക്കും, അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ടുമാണ്. അപ്പൊ ഈ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം ഏതിലാ? ഗോൾഡ് കാറ്റഗറിയിൽ, കോണ്ടിനെന്റൽ ടൂറിനകത്ത് വേൾഡ് കാറ്റഗറി വരുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ബ്രോൺസ് കാറ്റഗറിയിൽ ഒരു ടൂറും കൂടി വരുന്നുണ്ട്. ഏതാ ഭുവനേശ്വറിൽ നടക്കുന്നത് എന്താ? ഇന്ത്യൻ ഓപ്പൺ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒത്തിരി ഇവന്റ്സ് ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 17 ഇവന്റോളം നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ നീരജ് ചോപ്ര ക്ലാസിക്കിനകത്ത് ആകെ ജാവലിൻ ത്രോ മാത്രമേ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആദ്യത്തെ മത്സരമാണ് ബാംഗ്ലൂരിൽ നടന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് അത്ലറ്റിക്സ്. പോളണ്ട് അത്ലറ്റിക്സ് മീറ്റിൽ 800 മീറ്ററിൽ ആരാ? മുഹമ്മദ് അഫ്സൽ ദേശീയ റെക്കോർഡ് തിരുത്തി അല്ലേ. അപ്പൊ ആ പേര് ഓർത്തിരിക്കുക, മുഹമ്മദ് അഫ്സൽ, അദ്ദേഹത്തിന്റെ കാറ്റഗറി ഓർത്തിരിക്കുക, 800 മീറ്റർ ആണ്. ഇനി നോക്കിയേ, അടുത്തതാണ് ലോക ബോക്സിംഗ് കപ്പ് കേട്ടോ. ഈ ലോക ബോക്സിംഗ് കപ്പും ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് IBA എന്ന് പറയുന്നതാണ്, അതായത് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ആണ് ഇതിന് അൾട്ടിമേറ്റ്ലി ഹയർ ആയിട്ടുള്ള ഒരു അതോറിറ്റി. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മളൊരു സ്പ്ലിറ്റ് വന്നിട്ട് 2023 എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ വേൾഡ് ബോക്സിംഗ് ആണ് നമ്മുടെ നടത്തുന്നത്? ബോക്സിംഗ് കപ്പ് എന്ന് പറഞ്ഞ് നടത്തുന്നത്. അപ്പൊ ഈ കപ്പ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരൊറ്റ ഇവന്റ് അല്ല, അതിന് ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ടാവും, സെക്കൻഡ് ഫേസ് ഉണ്ടാവും, ഫൈനൽ ഫേസ് ഉണ്ടാവും. നമ്മുടെ ഈ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്, അതായത് ഷൂട്ടിംഗ് വേൾഡ് കപ്പും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഒരു ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ഫേസ് ഉണ്ടാവും, പിന്നെ ടോട്ടലി ഫൈനൽ നടക്കും. അപ്പൊ ആ രീതിയിൽ നടക്കുന്നതാണ് ബോക്സിംഗ് കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫേസ് ആണ് ഇപ്പൊ നടന്നത്. ആ സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ സാക്ഷി 54 കിലോഗ്രാമിലും, ജയ്സ്മീർ എന്ന് പറയുന്നത് 57 കിലോഗ്രാമിലും, നൂപൂർ എന്ന് പറയുന്നത് +80 കിലോഗ്രാമിലും സ്വർണ്ണ മെഡലുകൾ അടിക്കുന്നത്. അപ്പോൾ 3 കാറ്റഗറിയിൽ നമുക്ക് സ്വർണം അടിക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സെക്കൻഡ് ഫേസിലാണ് ഇത് നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇത് നടന്നത് എവിടെയാ? അസ്താനയിലാണ് കേട്ടോ. കസാക്കിസ്ഥാനിൽ വെച്ചിട്ടുള്ള അസ്താനയിലാണ് സെക്കൻഡ് ഫേസ് നടന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫേസ് നടത്തുന്നത് എവിടെയാ? ബ്രസീലിലായിരുന്നു. ഇനി നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ ഫൈനൽ ഇനി നടക്കാൻ പോകുന്നത്, അതായത് വേൾഡ് ബോക്സിംഗ് കപ്പിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് ഒരു നവംബർ മാസത്തിലേക്കൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്, ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പും ബോക്സിംഗ് കപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒന്ന് നടത്തുന്നത് IBA, ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന IBA ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷനും, മറ്റേത് വേൾഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞ
ബോക്സിംഗ് കപ്പ് നടത്തുന്നത് വേൾഡ് ബോക്സിംഗും ആണ്. അത് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ആഭ്യന്തര ക്രിക്കറ്റിൽ തിരുവനന്തപുരം എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗിൽ NGOCR താരം സച്ചിൻ സുരേഷ് അല്ലെ 334 റൺസ് അടിക്കുന്നു, ചരിത്രമാണത്. അതായത് രഞ്ജി ക്ലബിനെതിരായി ക്രിക്കറ്റ് ക്ലബിനെതിരായ ഈ നേട്ടം പിന്നെ ഒരു മലയാളി താരം നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറുമാണ്. കാര്യം ഇതൊരു മലയാളി ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ചോദിക്കാം. അപ്പം ഓർത്തിരിക്കുക, ഇദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? സച്ചിൻ സുരേഷ്. സച്ചിൻ സുരേഷ് ഓർത്തിരിക്കുക. നമ്മൾ സച്ചിനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഉണ്ട്. നമുക്കൊരു സച്ചിൻ ബേബി ഇതിനു മുന്നേ ഒരു ക്രിക്കറ്റർ ഉണ്ട്. അപ്പൊ സച്ചിൻ സുരേഷിന്റെ കാര്യം ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് 133 അതും ഒരു പ്രാവശ്യം PSC ഡയറക്റ്റ്ലി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ അല്ലെ, ഇന്ത്യയുടെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഹരികൃഷ്ണൻ. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ 88 പേര് പഠിച്ചു. 88ാമത്തെ ആയിരുന്നു ദിവ്യ ദേശ്മുഖ്, 87ാമത്തെ ആയിരുന്നു ഹരികൃഷ്ണൻ, ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, കൾച്ചറൽ ഇവന്റിലേക്ക് വരുമ്പോൾ അടുത്തത് വരുന്നത് ഗംഗൈകൊണ്ട ചോളപുരത്തെ ആടി തിരുവാതിര ഉത്സവം അല്ലെ, ആടി തിരുവാതിര ഉത്സവം. അത് അപ്പൊ എവിടെയാണ് നടക്കുന്നത്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ PSC വേണമെങ്കിൽ ചോദിക്കാം. അതായത് രാജേന്ദ്ര ചോളന്റെ സാമ്രാജ്യ വിപുലീകരണത്തിന്റെ 1000 വർഷം പൂർത്തിയാക്കിയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവമാണ് എന്ത്, ഈ ആടി തിരുവാതിര ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആടി തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്മാരക നാണയമൊക്കെ പുറത്തിറക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ വാർത്തയായിരുന്നു. നിങ്ങൾ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഓൾമോസ്റ്റ് ഒരു 250 വർഷക്കാലത്തോളം ഗംഗൈകൊണ്ട ചോളപുരമായിരുന്നു നമ്മുടെ ചോളാസിന്റെ ക്യാപിറ്റൽ. അതായത് ഏകദേശം 1025 മുതൽ 1279 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗംഗൈകൊണ്ട ചോളപുരമായിരുന്നു ചോള എംപയറിന്റെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജേന്ദ്ര ചോളനാണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ടെമ്പിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. സോ നമ്മളെ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് പറഞ്ഞ 3 ടെമ്പിൾസ് ആണ് നമുക്ക് അതിൽ വരുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ്. അതിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം, രണ്ടാമത് വരുന്നതാണ് ഐരാവതേശ്വര ടെമ്പിൾ, മൂന്നാമത്തെയാണ് ബൃഹദരേശ്വര ടെമ്പിൾ. ഈ 3 ടെമ്പിൾസിനെയും കൂടി കൂട്ടി നമ്മൾ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നാണ് പറയുന്നത്. 1987 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഓർത്തിരിക്കുക, കടവേലെ സമ്പ്രദായം എന്ന് പറയുന്നത് 10 മുതൽ 12 വരെ നൂറ്റാണ്ടുകളിൽ ചോളന്മാർ പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അല്ലെ. അപ്പൊ അവരൊരു ഡെമോക്രസി ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ ആ ഡെമോക്രസിന്റെ പേരാണ് എന്ത്, കടവേലെ സമ്പ്രദായം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രൊസീജിയറിന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി അടുത്ത നോക്കി, അയ്യപ്പൻ തിയാട്ടാണ്. അനുഷ്ഠാന കലയായ അയ്യപ്പൻ തിയാട്ട് അവതരിപ്പിക്കുന്ന ചരിത്രത്തിലെ ആദ്യ വനിത അല്ലെ. PSCക്ക് ഈ ആദ്യ വനിതകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പേര് നോക്കിയേ, RLV ആര്യദേവി കേട്ടോ. അതായത് തീയാട്ട് മെയിൻലി 2 രീതിയിലാണുള്ളത്. ഒന്ന് അയ്യപ്പൻ തീയാട്ടും ഒന്ന് ഭദ്രകാളി തീയാട്ടും. മെയിൻലി ഇത് നടക്കുന്നത് നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് റീജിയനിലാണ് ഈ തീയാട്ട് നടക്കുന്നത്. സോ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആ വ്യക്തിയുടെ പേര്, അതായത് RLV ആര്യദേവിനെയാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. കാര്യം ഫസ്റ്റ് വുമൺ യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, പ്രധാനമന്ത്രി അല്ലെ, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച 2ാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി, അതായത് ഇന്ദിരാഗാന്ധിന്റെ ആണ് മറികടന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഏറ്റവും കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചത് നമ്മുടെ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ആണ് 1130 ദിവസങ്ങൾ, 1130 ദിവസം. അതായത് നമുക്ക് അങ്ങനെ ദിവസങ്ങളിൽ പറഞ്ഞാൽ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതായത് ഓൾമോസ്റ്റ് 16 ഇയേഴ്സും 286 ദിവസങ്ങളും അദ്ദേഹം ഭരിച്ചു. ഇന്ദിരാഗാന്ധി ഇതിനു മുന്നേ ഭരിക്കുന്നത് 11 വർഷവും 11 ഇയേഴ്സും 59 ഡേയ്സുമായിരുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മുടെ നരേന്ദ്രമോദി മറികടന്നത്. ഇപ്പൊ അദ്ദേഹം 11 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ഈ ടേം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 15 വർഷം കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനി നോക്കിയേ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന 4ാമത്തെ ആള് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം 10 വർഷവും 4 ദിവസമാണ് അദ്ദേഹം ഭരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന നെഹ്റു നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, എത്ര 16 വർഷം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, മൊബൈൽ ഇ വോട്ട്. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനമായിട്ട് മാറിയതാണ് നമ്മുടെ ബീഹാർ എന്ന് പറയുന്നത്. അതായത് CDACന്റെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. CDACന്റെ ആപ്പ് എന്ന് പറയുന്നത് ESEC BHR എന്നാണ്. ESEC BHR എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത് CDAC ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. ആദ്യത്തെ മൊബൈൽ വോട്ട് രേഖപ്പെടുത്തിയത് ആരാ നോക്കിയ, ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബീബ
കുമാരിയാണ് കേട്ടോ. അതായത് ആദ്യമായിട്ട് വാക്സിൻ എടുത്ത ആളുടെ പേരൊക്കെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ ടൈമിൽ. സോ ഈ ബിബ കുമാരിന്റെ പേരും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത നോക്കിയേ, കേരളവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187 വാർഡുകൾ കൂടി വന്നിട്ടുണ്ട്. അതായത് എത്രയായി? 2080 നിന്ന് 2267 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ, മൊത്തത്തിൽ ഡീലിമിറ്റേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡുകളുടെ എണ്ണം മൊത്തം കൂടി എത്രയാ? 15,000 വാർഡുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 17,000 വാർഡുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരിച്ച് എത്ര വാർഡുകളാണ് കൂടിയത്, എത്ര മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുകളാണ് കൂടിയിട്ടുള്ളത്, കോർപ്പറേഷനിൽ എത്രയാണ് കൂടിയിട്ടുള്ളത്, ബ്ലോക്കിൽ എത്രയാണ്, ജില്ലയിൽ എത്രയാണെന്നൊക്കെ തിരിച്ച് നമ്മളൊന്ന് ഐഡിയ ഉണ്ടാവണം. പിന്നെ ഓർത്തിരിക്കുക, ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ തന്നെയായിരിക്കും. അത് ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പട്ടികജാതി പട്ടികവർഗ ജീവനക്കാരുടെ നേരിട്ടുള്ള നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും സുപ്രീം കോടതി ആദ്യമായി ഒരു ഔപചാരിക സംവരണ നയം രൂപീകരിച്ചു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അതിനൊരു നയം രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നോക്കി, ഉപരാഷ്ട്രപതിയുടെ രാജ്യം അല്ലേ, അതും ഭയങ്കര വിവാദപരമായ ഒരു രാജ്യമായിരുന്നു. പൊളിറ്റിക്കലി പ്രഷർ കാരണമാണ് രാജിവെച്ചതെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ നോക്കി? 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു നമ്മുടെ ജഗദീപ് ധൻകർ. ഇനി അടുത്തത് അപ്പൊ വരാൻ പോകുന്നത് 15ാമത്തെ ആളായിരിക്കും. കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കുന്ന എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്? 3ാമത്തെ മാത്രം വൈസ് പ്രസിഡന്റ് ആണ് അല്ലേ. മറ്റുള്ളവരാരാ? VV ഗിരിയും R വെങ്കിടരാമനും അല്ലേ. ഈ VV ഗിരി നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കണം. കേരള ഗവർണർ ആയിരുന്നു, അതിനുശേഷം അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. രാജിവെച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തേ? ഇലക്ഷനിൽ മത്സരിച്ച്, അതായത് പ്രസിഡന്റ് ആവുകയാണ് ചെയ്തത്. പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ച് ആവുകയാണ് ചെയ്തത്. ഓർത്തിരിക്കുക, 67A പ്രകാരമാണ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയത്. അപ്പൊ ഇനി അടുത്ത വരുന്ന എന്താ, വൈസ് പ്രസിഡന്റും 5 വർഷത്തെ ടേം ഫുൾ ഉണ്ടാവും. ബാക്കി ഇപ്പൊ MLA MPമാരോ ആണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങി പുതിയ ഇലക്ഷൻ നടന്നാൽ മിച്ചമുള്ള 5 വർഷത്തിൽ എത്രയുണ്ടോ അതേ പറ്റുള്ളായിരുന്നു. പക്ഷെ വൈസ് പ്രസിഡന്റിന്റെ കേസിൽ ഓർത്തിരിക്കുക, ഇനി ഫ്രഷ് ആയിട്ട് 5 വർഷം തന്നെ കിട്ടും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. നമുക്കറിയാം ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പിന്നെ എന്താ, നോമിനേറ്റ് ചെയ്തപ്പെട്ട അംഗങ്ങളും. ഇനി ഇപ്പൊ ലോകസഭയിൽ നോമിനേറ്റ് ചെയ്തപ്പെട്ട അംഗങ്ങളുണ്ടോ? ഇല്ലല്ലേ. അതായത് ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യമൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. പക്ഷേ 12 പേരോളം രാജ്യസഭയിലുണ്ട്. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. 5 വർഷമാണ് അവരുടെ ഇതും. പിന്നെ എത്ര? 35 വയസ്സായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, രാജ്യസഭയിലേക്ക് എന്താ ഇലക്ഷന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളും ആയിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയാസ് ഒക്കെ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊളിറ്റിയില്. ഇനി നോക്കി, പ്രസിഡന്റിനെ സംബന്ധിച്ച് എന്നാണ് അടുത്തത്. അതായത് ദ്രൗപദി മുർമു പ്രസിഡന്റ് ആയിട്ട് 3 വർഷമായി. രണ്ടാമത്തെ വനിത എന്താ, രാഷ്ട്രപതിയാണ് അല്ലെ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയുമാണ്. പ്രതിഭ പാട്ടീലായിരുന്നു ആദ്യത്തെ. നമുക്കറിയാം രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. 64 വയസ്സേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്രസിഡന്റുമാർക്കെല്ലാം 64 വയസ്സിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ് സ്കീമുകൾ നോക്കിയാലോ, സ്റ്റേറ്റ് സെൻട്രൽ സ്കീമുകൾ. ആദ്യത്തെ നോക്കിയേ, കുടുംബശ്രീയുടെ പദ്ധതികളാണ് അല്ലെ. ഈ 50+ എന്ന് പറയുന്നത് അയൽക്കൂട്ടത്തെ അംഗങ്ങളുടെ എണ്ണം കൂട്ടാനാണ്. അതായത് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 48 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബശ്രീയിൽ വർക്ക്, അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ 50 ലക്ഷത്തിൽ മുകളിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രോഗ്രാം ആണിത്. അതായത് 50 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും 50 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 5 മില്യൺ ആൾക്കാർ എന്ത് ചെയ്യും? മെമ്പേഴ്സ് ആവും നമ്മുടെ കുടുംബശ്രീയിൽ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. നമ്മുടെ ഓഗസ്റ്റ് 30 വരെയാണ് ആ ക്യാമ്പയിൻ നീണ്ടു നിൽക്കുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ കുടുംബശ്രീയുടെ തന്നെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. റൂട്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റീജനുവേഷൻ ഓഫ് ഓർഗനൈസേഷൻ ത്രൂ ഓണർഷിപ്പ് ടുഗദർനെസ് ആൻഡ് സപ്പോർട്ട് എന്നാണ്. അതായത് നമ്മുടെ ADS റിട്ടയർ സിസ്റ്റം ആണെന്ന് അറിയാം അല്ലേ. റിട്ടയർ ആയിട്ടാണ് നമ്മുടെ കുടുംബശ്രീയും പോകുന്നത്. അത് ADS അതായത് ഏരിയ ഡെവലപ്മെന്റ് പരിപാടികൾ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്തിട്ട് നഗരങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അത്. ഇനി അടുത്തതാണ് KTAP എന്ന് പറയുന്നത് കേട്ടോ. KTAPും കുടുംബശ്രീയുടെ തന്നെ ഒരു പ്രോജക്റ്റ് ആണ്. എന്താ? ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് KTAPന്റെ ഫുൾ ഫോം. ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ? കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുടുംബശ്രീ ആ പ്രോജക്റ്റ് നടത്തുന്നത്. ഇനി അടുത്തതാണ് ജനകൽസ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഗോത്ര കലകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടും അതിൽ നിന്ന് ഒരു സംരംഭകത്വം, അല്ലെങ്കിൽ ആ ഗോത്ര കലകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങൾ ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് ജനകൽസ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക? പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. കാര്യം കുടുംബശ്രീന്റെ പ്രോജക്റ്റുകൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത പ്രോജക്റ്റ് ആണ് പ്രകൃതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർപ്പപാഠം മിഷൻ സർപ്പ എന്ന് പറയുന്നത്. പാമ്പുകളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും പാമ്പടി മരണം ഒഴിവാക്കാനും വേണ്ടി വനം വകുപ്പ് നടത്തിയേക്കുന്നതാണ് ആ ആപ്പ്. അത് ഓർത്തിരിക്കുക. പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ വരുന്നതാണ് ശരണബാല്യം വരുന്നുണ്ട്, വയോ സാന്ത്വനം എന്ന് പറയുന്നുണ്ട്. ഈ വയോ സാന്ത്വനം എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്ഥാപനം പോലത്തെ പരിപാടിയാണ്. അതായത്
എന്താ നമ്മുടെ വൃദ്ധസദനങ്ങൾ, സർക്കാർ വൃദ്ധസദനങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ, അതായത് എന്താ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ, കിടപ്പ് രോഗികളെ ചികിത്സിക്കാനായിട്ട് കേന്ദ്രങ്ങൾ തുടങ്ങും. ആ കേന്ദ്രങ്ങളെയാണ് നമ്മൾ വയോസാന്ത്വന കേന്ദ്രങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നത്. സോ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതും സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു പ്രോജക്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ഹോപ്പ് എന്ന് പറയുന്നത്. പഠനം പാതി വഴിയിൽ നിർത്തിയവർക്ക് വേണ്ടിയിട്ട് തുടർ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഇതൊരു കേരള പോലീസ് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഹോപ്പ് എന്ന് പറയുന്നത്. എന്താ, ഹെൽപ്പിംഗ് അതേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഹെൽപ്പിംഗ് അതേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അത് കേരള പോലീസ് ആണെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത കുറച്ച് പദ്ധതികളും കൂടി നോക്കിക്കേ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിൽ നമ്മൾ എന്താ വരുന്നത്, കേൾവി പരിമിതർക്ക് പുസ്തകം രാജ്യത്ത് ആദ്യമായിട്ട് കേരളമാണ് പുറത്തിറക്കുന്നത്. കണക്ടിങ് ദ അൺകണക്റ്റഡ് എന്ന് പറയുന്നത് ആദിവാസി മേഖലയിലെ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഫോൺ പദ്ധതിയാണ്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കി, സമഗ്ര പ്ലസ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കായുള്ള ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോം കൈറ്റിന്റെ നേതൃത്വത്തിൽ വരുന്നതാണ്. ഇനി പാഠം 1 ആലപ്പുഴ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ബസ് കണ്ടക്ടർമാർക്ക് 10ാം ക്ലാസ് SLC പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളാണ് അല്ലേ. ഇനി ഫ്ലഡ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് മുൻകൂട്ടി നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സീഡാക്കും ജൽശക്തി മിഷൻ, അതായത് നമ്മുടെ മിനിസ്ട്രിയും അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷനും ഒക്കെ കൂടി എന്ത് ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് ഈ ഫ്ലഡ് എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഫോണിലൂടെ സഹായം നൽകുന്നു. അത് ടെലി പറയുമ്പോൾ എല്ലാം ഫോൺ വഴിയായിരിക്കും. ഉല്ലാസ് നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട മുതിർന്നവർക്ക് നിരക്ഷരർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇനി നോക്കി, മിഷൻ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ 15ാമത്തെ 15th ഫിനാൻസ് കമ്മീഷന്റെ സമയത്ത് റെക്കമെൻഡ് ചെയ്താണ്. 2021-22 മുതൽ 2025-26 വരെയാണ്. അപ്പൊ ഇതിൽ തന്നെ വരുന്നതാണ് സംഭലും സാമർത്ഥ്യം എന്ന് പറഞ്ഞ 2 പ്രൊജക്റ്റുകൾ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതെന്താ, സേഫ് ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കുള്ള സുരക്ഷയിൽ വരുന്നതാണ്. സോ ഇതിനകത്താണ് നമ്മുടെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ പ്രോജക്റ്റ് വരുന്നത്. അതിൽ ഈ സമർത്ഥ്യ എന്ന് പറയുന്നതാണ് എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളത്. എംപവർമെന്റിന് നമ്മുടെ ICDS ഒക്കെ ഇതിന്റെ അണ്ടറിലേക്ക് സബ്സ്യൂം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കിയേ, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയാണ്. 100 കാർഷിക ജില്ലകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഇത് നോക്കി, അടുത്താണ് സൂതിക മിത്ര എന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷയ്ക്കും രോഗി പരിചരണത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് അത്. ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് വെസ്റ്റ് ബംഗാളിലൊക്കെ പ്രോജക്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തമിഴ്നാടിന്റെ പ്രോജക്റ്റുകളും. നോക്കി, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ആണ്. രാജസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, ഓർത്തിരിക്കുക. ഇനി നോക്കിയ, ആശാ കിരൺ എന്ന് പറയുന്നത് കർണാടകത്തിലെയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങി സൗജന്യ നേത്ര, അതാണ് ആശാ കിരൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സൈനിക ഓപ്പറേഷൻ, നമ്മുടെ ഓപ്പറേഷൻ മഹാദേവ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ പഹൽഗാം അല്ല, ഏപ്രിൽ മാസത്തിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഒക്കെ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ, അതിന് നേതൃത്വം നൽകിയ വുമൻസിന് റിപ്പീറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ ASMന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ മഹാദേവ് ചോദിക്കാനുള്ള ചാൻസുകൾ ഭയങ്കര കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക, ഭീകരാക്രമണം അല്ലെ, ഏപ്രിൽ 22-നായിരുന്നു. അതിനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കമാണ്. അതായത് ആ ഭീകരവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വനിതാ സംവരണം വന്നു കേട്ടോ. അത് ഓർത്തിരിക്കണേ, 35% സംവരണം. സർക്കാർ നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് 35%. എവിടെയാ, ബീഹാറിലാണ് വന്നിരിക്കുന്നത്. കാര്യം ബീഹാറിൽ ഇപ്പോൾ ഉടനെ ഇലക്ഷൻ ആയിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ വിവാദങ്ങൾ, രാഹുൽ ഗാന്ധി, മോദി, അതായത് BJP ഒക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. 33 ആയിരിക്കും നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവുക. നമ്മൾ അത് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ 35% ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, ബാങ്കിങ്ങിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ തിരഞ്ഞെടുത്തു അല്ലെ. 1955 ജൂലൈ 1-നാണ് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് ഇത് തുടങ്ങുന്നത്. ഇത് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. പിന്നെ LICക്ക് വരുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 58%. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ്. ഒരു 10% LICക്ക് വരുന്നുണ്ട്. ബാക്കിയാണ് പുറത്തേക്കുള്ളതും നമ്മുടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളത്. ഇനി നോക്കിയേ, ഗോയ്സ് ആയിട്ട് പുതിയ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് പണപ്പെരുപ്പം, വ്യാവസായിക ഉത്പാദനം, GDP തുടങ്ങിയ രാജ്യത്തിന്റെ ഔദ്യോഗിക സാമ്പത്തിക കണക്കുകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പാണ് കേട്ടോ. ഇനി റെയിൽ
1 എന്ന് പറയുന്നതും എന്താ, അതായത് നമുക്ക് ഇതിനു മുന്നേ എന്താ IRCTCന്റെ ആപ്പ് ഉണ്ടാവും, എന്താ UTSന്റെ ആപ്പ് ഉണ്ടാവും, അങ്ങനെ പല ആപ്പുകൾ ഉണ്ടാവും. സോ ആ സേവനങ്ങളെല്ലാം കൂടി ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പാണ് റെയിൽ 1 എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. റെയിൽവേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി നോക്കിയേ നിവാഡിയ അല്ലേ, ഇതും നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. 4 ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനി അല്ലേ. നമുക്ക് എപ്പോഴും എന്താണ് നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ഒക്കെ ആയിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരിക, പക്ഷെ അതല്ല, നിവേഡിയ ആണെന്ന് ഓർത്തിരിക്കുക. സോ അടുത്തൊരു ഗവൺമെന്റ് പോളിസിയാണ് നമ്മുടെ ഹോൾ മാർക്കിങ്ങിനെ, സ്വർണ്ണത്തിന്റെ ഹോൾ മാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇതുവരെ 24, 23, 22, 20, 18, 14 ക്യാരറ്റ് വരെയുള്ള ഗോൾഡിന് മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഹോൾ മാർക്കിംഗ് മതിയായിരുന്നു കേട്ടോ. അതിനകത്ത് 24 ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക, ക്യാരറ്റ് അല്ല ക്യാരറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% അല്ലെങ്കിൽ 99.9% പ്യുവർ ആയിട്ടുള്ള ഗോൾഡിനെയാണ് നമ്മൾ 24 ക്യാരറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് എന്താ 22 ക്യാരറ്റ് ആണല്ലേ, അതായത് 91.6, അതിനെയാണ് നമ്മൾ 916 എന്നൊക്കെ പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ്. അതായത് സ്വർണ്ണം നമ്മൾ യൂഷ്വലി അളക്കുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 24ലാണ്. 24 ആണെങ്കിൽ 100% ആയിരിക്കും. 24 22 ആണെങ്കിലാണ് ഈ 91.6 വരുന്നത്. അതിനെയാണ് നമ്മൾ 916 ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് പ്യുവർ ഗോൾഡ് പെട്ടെന്ന് തന്നെ വലിച്ചു നീട്ടാനും ഒടിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനുള്ള ചാൻസുകൾ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അതായത് 1000 ഗ്രാംസ് എടുക്കുകയാണെങ്കിൽ 916 ഗ്രാം 916 എന്തായിരിക്കും, ഗോൾഡ് ആയിരിക്കും. ബാക്കിയുള്ളത് മിച്ചമുള്ളത് എന്തായിരിക്കും, 84 ഗ്രാംസോളം എന്തായിരിക്കും, നമ്മുടെ ബാക്കി ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും, നമ്മുടെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയേ, 9 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഇനി എന്ത് ചെയ്യണം, ഹോൾ മാർക്ക് വേണം. അതായത് 9 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ 9/24 ആണ് വരുന്നത്. ഓൾമോസ്റ്റ് 37.5% വരെ സ്വർണം ഉള്ള ആഭരണങ്ങളും എന്ത് ചെയ്യണം, ഇനി ഹോൾ മാർക്ക് ചെയ്യപ്പെടണം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, സയൻസ് ആൻഡ് ടെക്കിലേക്ക് വരുമ്പോൾ പുതിയ വൈറസുകളുണ്ടോ, 20 പുതിയ വൈറസുകളാണ്. എവിടെയായിരിക്കും, ഒബ്വിയസ് ആയിട്ടും ചൈനയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ ഇത് ഓർത്തിരിക്കുക, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യത്തെ സ്കിൻ ബാങ്ക് കേരളത്തിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. കാര്യം ആദ്യത്തെ വരുന്നത് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാനുണ്ട്. ഇനി പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കേരളത്തിലാണെന്നാണ് നമ്മുടെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ ഡേറ്റ. കാര്യം നമ്മളെല്ലാം ഇപ്പം അങ്ങനെയാണ് അല്ലേ, പ്രോട്ടീൻ ഡയറ്റ് നോക്കി കൂടുതൽ ഇപ്പം ചിക്കൻ കഴിക്കുവാണെങ്കിൽ പോലും അതിന്റെ ചെസ്റ്റ് പീസ് കഴിക്കാനായിട്ട് ട്രൈയും, കാര്യം അവിടെയാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ നോക്കി അങ്ങനെ ഡയറ്റ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും, കുട്ടികൾ പോലും അങ്ങനെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് കേരളത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഷുഗർ ടാക്സ് അല്ലേ, ഷുഗർ ടാക്സ് വരുന്ന ഏത് രാജ്യത്താ, UAE വരുന്നത്, അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സ്വച്ഛ് സർവേക്ഷൻ സർവേ അല്ലേ, ഇത് 9ാമത്തെ അതിന്റെ എഡിഷൻ ആണ്. അതായത് നമ്മൾ സിറ്റികളൊക്കെ റാങ്ക് ചെയ്യും അല്ലേ, എപ്പോഴും എന്താണ് ഒരു ഇൻഡോർ സിറ്റിയാണ് ഫസ്റ്റ് വരുന്നത് ഈ വർഷം. അതായത് 7 വർഷത്തെ 7th കോൺസിക്യൂട്ടീവ് ഇയറിൽ ഇൻഡോർ തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ ബാക്കിയുള്ള സിറ്റികളെ കൺസിഡർ ചെയ്യണം എന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ സ്വച്ഛ് ലീഗ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു കാറ്റഗറി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തു. അതായത് സ്ഥിരമായി ഇങ്ങനെ ടോപ്പ് ഏറ്റവും കൂടുതൽ സ്വച്ഛതയുള്ള, അതായത് ക്ലീൻനെസ് ഉള്ള സിറ്റികളെ മാറ്റിയിട്ട് ആ ലീഗിലേക്കാക്കി ബാക്കിയുള്ള സിറ്റീസിനെ ആയിരിക്കും ഇനി എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോപ്പുലേഷന്റെ ബേസിൽ 5 രീതിയിൽ എന്ത് ചെയ്യും, തിരിക്കും കേട്ടോ. അതായത് സ്മോൾ ടൗൺ, അതായത് സ്മോൾ സിറ്റീസ് വരും, വെരി സ്മോൾ ആണ് ഏറ്റവും കുറവ് കേട്ടോ, 20,000 താഴെ ഉള്ളതിനാണ് സ്മോൾ സിറ്റീസ് എന്ന് പറയുന്നത്, വെരി സ്മോൾ സിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താവും, സ്മോൾ സിറ്റീസ് വരും, പിന്നെ എന്ത് വരും, മീഡിയം സിറ്റീസ് വരും, പിന്നെ എന്ത് വരും, ബിഗ് സിറ്റീസ് വരും. അവസാനമാണ് മില്യൺ പ്ലസ് സിറ്റീസ് എന്ന് പറഞ്ഞ 5 കാറ്റഗറിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കിയ മില്യൺ പ്ലസ് സിറ്റീസിലാണ് നമ്മുടെ കൊച്ചി വരുന്നത്, ദേശീയ റാങ്ക് 50 ആണ്. ഇനി കേരളത്തിലെ 8 നഗരങ്ങൾ മികച്ച 100 ശുചിത്വ നഗരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ 5 കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് 8 നഗരങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഈ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളതൊക്കെ ആദ്യമായിട്ടാണ്, അത് പ്രത്യേകമായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നോക്കി, സീ സ്പേസ്, ഇനി പ്രതിരോധ ഉപഗ്രഹങ്ങളാണ് അല്ലെ, SBS എന്ന് പറഞ്ഞ പുതിയ പദ്ധതി. 52ഓളം ഉപഗ്രഹങ്ങൾ ഏത് വർഷത്തേക്കാ, 2029ലേക്ക് ഇന്ത്യ വിക്ഷേപിക്കാനായിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് അനിൽ മേനോൻ അല്ലേ. അനിൽ മേനോൻ നമുക്കൊരു മലയാളി ടച്ച് ഒക്കെ തോന്നും, പക്ഷെ അദ്ദേഹം US സിറ്റിസൺ ആണ്. നാസയുടെ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളിയാകാനാണ്, നാസ ശാസ്ത്രജ്ഞനാണ്. പക്ഷെ അദ്ദേഹം 2026 റഷ്യയുടെ ഏത് പേടകത്തിൽ, സോയൂസ് പേടകത്തിലായിരിക്കും പോകുന്നതെന്നാണ് അല്ലേ. നമ്മുടെ അറിയാലേ, നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പേരാണ് ISS എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ആദ്യത്തെ കമ്പോണന്റ് പോകുന്ന ഏത് വർഷം, 1998 അല്ലേ. അതായത് 5 പാർട്ട്ണർ രാജ്യങ്ങൾ, അതായത് USA, നമ്മുടെ കാനഡ, പിന്നെ ജപ്പാന്, ESA അതായത് യൂറോപ്യൻ യൂണിയൻ മുഴുവനും, പിന്നെ റോസ്കോമോസ് അല്ലേ, അതായത് റഷ്യയുടെ റോസ്കോമോസ്. ഇങ്ങനെ ഈ 5 പേര് കൂടിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ആക്സിൻ 4 മിഷൻ അറിയാം. നമ്മുടെ ശുഭാംശു ശുക്ല എത്ര ദിവസമാണ്, 18 ദിവസങ്ങൾക്ക് ശേഷം പോയി വന്നു. ഇത് 4ാമത്തെ മാത്രം പ്രൈവറ്റ് മിഷൻ ആയിരുന്നു കേട്ടോ.
പ്രൈവറ്റ് മിഷൻ, ഫുള്ളി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു. അത് ഓർത്തിരിക്കുക. ഇനി നിസാർ സാറ്റലൈറ്റ് അല്ലെ, നിസാർ സാറ്റലൈറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ്. ഏതാ, ജൂലൈ 30 അല്ലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം നോക്കി GSLV F-16. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആരൊക്കെ തമ്മില, നാസയും ISRO. അങ്ങനെയാണ് NAയും IS-ഉം കൂടി ചേർത്ത് നിസാർ എന്ന് വരുന്നത്. 747 കിലോമീറ്റർ സൺ സിങ്ക്രണസ് ഓർബിറ്റിലാണ് ഉള്ളത്. അതിന്റെ L ബാൻഡ് ഫ്രീക്വൻസി റഡാർ ആരാ റൺ ചെയ്യുന്നത്, നാസയും. S ബാൻഡ് ISRO ആണ്. ഏറ്റവും ചിലവേറിയ റഡാർ ഇമേജിംഗ് ദൗത്യമാണിത്. അതായത് എർത്ത് ഒബ്സർവേഷൻ ആണ്. പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കാലാവസ്ഥ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവാസ വ്യവസ്ഥ പഠനമുണ്ട്. ഡേറ്റ 12 ദിവസത്തെ ഇടവേളകളിലാണ് ഉയർന്ന റെസൊല്യൂഷനിൽ കൃഷിഭൂമികളുടെ ഡേറ്റ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഡേറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ജൂലൈ 30, 2025 GSLV F-16. അത് പ്രത്യേകം ഓർത്തിരിക്കാൻ മറന്നു വരുത്. ഇനി നോക്കിയേ, അടുത്തത് ഡിഫൻസിൽ തന്നെ K6 ബാലിസ്റ്റിക് മിസൈലുകളാണ് കേട്ടോ. ബാലിസ്റ്റിക് മിസൈലുകൾ എത്രയാ, ശബ്ദത്തെക്കാൾ 7.5 ഇരട്ടി, അതായത് 7.5 മാക്ക് എന്ന് നമ്മൾ പറയാം അല്ലേ. ഒരു എത്രയാ സൗണ്ടിന്റെ എത്രയാ, നമ്മൾ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, വെറും എയറിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ 340 ഒക്കെ ആയിട്ടും പഠിക്കാറുണ്ട്. അതായത് ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ അതിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന എന്തൊരു സബ്ജക്റ്റിന് നമ്മൾ മാക്ക് വെച്ചിട്ടാണ് അതിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 340 മീറ്റർ പെർ സെക്കൻഡിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ മാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മളാണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ സോണിക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് 1 മാക്കിൽ കൂടുതൽ സഞ്ചരിക്കുന്ന എല്ലാ സംഭവത്തിനും നമ്മൾ സൂപ്പർ സോണിക് എന്ന് പറയും. പക്ഷെ അത് 5 മാക്ക് ആവുകയാണെങ്കിൽ, 5 മാക്കിൽ കൂടുതലാണെങ്കിൽ, ഇവിടെ നോക്കി അത് 7.5 അല്ലേ, 5 മാക്കിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ സോണിക് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരു അൾട്രാസോണിക് നിങ്ങൾക്ക് വരും. അൾട്രാസോണിക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെന്താണ്, സൗണ്ടുമായിട്ട് 20,000 ഫ്രീക്വൻസിയിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൾട്രാസോണിക് എന്ന് പറയുന്നത്. സൂപ്പർ സോണിക്കും ഹൈപ്പർ സോണിക്കും അപ്പം ഇവിടെ സ്പീഡ്, മിസൈൽസിന്റെ സ്പീഡുകളാണ് നമ്മൾ പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി എടുത്ത് നോക്കിയേ, അസ്ത്ര മിസൈൽ എന്ന് പറയുന്നത് അതിവേഗ ആളില്ല വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. എന്താണ്, ഒബ്വിയസ് ആയിട്ട് DRDO ആയിരിക്കും അത് വികസിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി പ്രൊജക്ട് വിഷ്ണു എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അതായത് നമ്മുടെ 5 മാക്കിന് കൂടുതൽ മണ്ടയിൽ പോകുന്ന മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. നമ്മൾ പ്രൊജക്ട് 75, പ്രൊജക്ട് 17 അങ്ങനെ പല പ്രൊജക്റ്റുകളുണ്ട്. ഇതിനകത്ത് റോക്കറ്റ്, അന്തർവാഹിനികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് വിഷ്ണു. ആ പേരപ്പോൾ ഓർത്തിരിക്കുക. ഇനി ആകാശ് പ്രൈം എന്ന് പറയുന്നത് പരിഷ്കരിച്ച വേർഷനാണ്. നമ്മളിത് ലഡാക്കിൽ നിന്നാണ് പരീക്ഷിച്ചത്. ഓൾമോസ്റ്റ് എത്രയാ, 15,000 15,000 ഫീറ്റ് മണ്ടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പരീക്ഷിച്ച് ഇത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റേഞ്ച്, ഇതൊരു മീഡിയം റേഞ്ച് ആണ്. 25 to 30 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഈ K6ന്റെ റേഞ്ച് ഓർത്തിരിക്കുക, ഓൾമോസ്റ്റ് 8,000 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ ചൈനയൊക്കെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് പല സീരീസുകളുണ്ട്. K3 മുതൽ K6 വരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് K3യും K4ഉം എന്ത് ചെയ്യുന്നത്, ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാണ്. ഇനി K6 ആണ് അടുത്തത് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളിലും INS തമാല ഓർത്തിരിക്കുക, INS നിസാർ ഓർത്തിരിക്കുക. റഡാറുകളെ കണ്ണു വെട്ടിച്ച്, അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, INS തമാൽ എന്ന് പറയുന്നത്. നിസ്താർ എന്ന് പറയുന്നത് ഡൈവിംഗ് രക്ഷാദൗത്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പലാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആസ്ഥ പൂനിയുടെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതാ ലെഫ്റ്റനന്റ് ആണ്. അത് അപ്പോൾ ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട്. അസ്ത പൂനിയ പേര് കേട്ടോ. ഇനി കാവേരി എഞ്ചിൻ, നമ്മളിത് ഓൾറെഡി മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. 5ാം തലമുറ വിമാന എഞ്ചിൻ വികസിപ്പിക്കാൻ വേണ്ടി ഫ്രഞ്ച് കമ്പനിയാണ്, സഫ്രാനുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം നമ്മുടെ ബ്രഹ്മോസ് ആണ് കേട്ടോ. ബ്രഹ്മോസ്, ശംഖുമുഖം 3 വഴിക്ക് നമുക്കറിയാം ബ്രഹ്മോസ് ആണ്. ഇനി നോക്കിയേ, ഇവന്റ്സ്, ജിയോഗ്രഫിക്കൽ ഇവന്റ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയം സംഭവിക്കുന്നത്. അതായത് മിന്നൽ പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 സെന്റിമീറ്ററിൽ കൂടുതൽ എന്ത് ചെയ്യും, മഴ ലഭിക്കും കേട്ടോ. അതായത് ഒരു 10 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് 1 മണിക്കൂറിൽ താഴെ ആണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ മിന്നൽ പ്രളയം എന്ന് പറയുന്നത്. അതുപോലെ നോക്കിയേ, മുട്ടറ മരുതിമല കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, അത് എവിടെയാണ്, കൊല്ലം ജില്ലയിലാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി വിഫ ചുഴലിക്കാറ്റല്ല, ഈ ചുഴലിക്കാറ്റ് ഏത് ഓഷ്യനിലാണ്, ഏത് രാജ്യത്തെയാണ് അഫക്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. തെക്കൻ ചൈന കടല അല്ലെ, സൗത്ത് ചൈന സീലാണ്. ഇതെവിടെയാ, വിയറ്റ്നാമിലാണ് അടിച്ചതെന്ന് ഓർത്തിരിക്കുക. കാസിരംഗ ദേശീയ ഉദ്യാനം എന്താ ന്യൂസിൽ വന്നേ, ബന്ദിപ്പൂർ ആണ് ഏറ്റവും കൂടുതൽ. ജിം കോർബറ്റ് ആണ് രണ്ടാമത്. ഏറ്റവും കൂടുതൽ കടുവ സാന്ദ്രത ഡെൻസിറ്റി ഉള്ള മൂന്നാമത്തെ ആണ് അസാമിലെ കാസിരംഗ. അത് ഓർത്തിരിക്കുക.
ഇപ്പോൾ നമ്മൾ മേഘവിസ്ഫോടനം പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗറൊക്കെ നോക്കി അത് വായിച്ച് പഠിക്കുക. അവലാഞ്ചയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിക്കുക. കാര്യം നിങ്ങൾക്ക് അത് ഒത്തിരി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജിയോഗ്രഫിൻ്റെ ആൻസേഴ്സും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, അപ്പോയിൻമെന്റ്സ്, നാഷണൽ അപ്പോയിൻമെന്റ്സിലേക്ക് വരുമ്പം റോയുടെ ചെയർമാനായിട്ട് ആരാ, പരാഗ് ജെയിൻ വന്നിട്ടുണ്ട്. അതുപോലെ RPFന്റെ ജനറൽ ഡയറക്ടറായിട്ട് സൊനാലി മിശ്ര വന്നിട്ടുണ്ട്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കേട്ടോ. ഈ ആദ്യ വനിതകളെല്ലാം പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിക്കണേ. ഇനി അടുത്ത് നോക്കിയേ, രവി അഗർവാൾ അല്ലേ, CBDT എന്താ, പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് ബോർഡിന്റെ ആണ്. അദ്ദേഹത്തിന് 1 വർഷം കൂടി നീട്ടി കിട്ടുകയാണ് ചെയ്തത്. ഇപ്പൊ രവി അഗർവാൾ ആരുടെ, CBDTന്റെ ഹെഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ED കേട്ടോ. ED നമുക്ക് അറിയണം 1947 മുതൽ ഒരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആയിട്ട് തുടങ്ങിയതാണ്. 1957 നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയത്, അല്ലെങ്കിൽ അതൊരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആയിരുന്നു. ഇതിന്റെ അണ്ടറിലാണ് നമ്മുടെ PMLA ആക്ട് വരുന്നത് കേട്ടോ. PMLA ആക്ട് ഒക്കെ ആരാ നോക്കുന്നത്, നമ്മുടെ ഫെമ ആക്ട് ഒക്കെ നോക്കുന്നത് ED ആണ്. അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ EDന്റെ ഹെഡ് ആയിട്ട് വന്നത് രാഹുൽ നവീൻ അല്ലേ. ഇനി നോക്കിയാൽ അടുത്തതാണ് അജയ് സേത്ത്, അതായത് IRDA വരുന്ന ഏത് വർഷം, 1999 ഒരു ആക്ട് വഴിയാണ് IRDA വരുന്നത്. IRDയുടെ ഹെഡായിട്ട് അജിത് സേത്ത് വരുന്നുണ്ട്. ഇനി ഇഗ്നുവിന്റെ വൈസ് ചാൻസലർ, അതും ആദ്യ വനിതയാണ്, ആരാ, ഉമ കാഞ്ചിലാൽ വരുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ DGP ആയിട്ട് വരുന്ന ഏതാ, റവാഡ A ചന്ദ്രശേഖർ. DGP മാറി, അപ്പൊ അത് ഓർത്തിരിക്കുക. A ചന്ദ്രശേഖർ എന്നുള്ള പേര് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഏതാ, KSFDCന്റെ ചെയർ ആയിട്ട് K മധു വന്നിട്ടുണ്ട്. അതും ഓർത്തിരിക്കുക. ഇനി ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ മെറ്റയുടെ സൂപ്പർ ഇന്റലിജൻസ് ലാബ് മേധാവിയായിട്ട് ഷെൻജിയ ഷവനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള സാഹിബ് ഖാൻ വന്നിട്ടുണ്ട്. അതും ഓർത്തിരിക്കുക. കാര്യം ഇന്ത്യനോജിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അത് പ്രത്യേകമായിട്ട് PSC എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോയിന്റ്മെന്റിൽ തന്നെ പുതിയ വിദ്യാഭ്യാസ ഡയറക്ടർ വന്നിട്ടുണ്ട്. ഏതാ, നമ്മുടെ NSK ഉമേഷ് വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വന്നിട്ടുണ്ട് K വാസുകി. അദ്ദേഹം പുള്ളിക്കാരത്തി നമ്മുടെ ട്രിവാൻഡ്രം കളക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ മാറി G പ്രിയങ്കയായി. കോട്ടയം ജില്ലാ കളക്ടറും ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മുടെ റെസിഗ്നേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഉപരാഷ്ട്രപതി ജൻകറിന്റെ ജഗദീപ് ധൻകറിന്റെ 14ാമത്തെ ആയിരുന്നു, 3ാമത്തെ ആളെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനു മുന്നേ അദ്ദേഹം പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്നു കേട്ടോ. ഇനി IMFന്റെ അല്ലേ, ഒരിടയ്ക്ക് വിവാദ നായികയായിരുന്നു ഗീതാ ഗോപിനാഥ്, നമ്മുടെ CMന്റെ ഒക്കെ എക്കണോമിക് അഡ്വൈസർ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. IMFന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പദവി എന്ത് ചെയ്തിട്ടുണ്ട്, രാജിവെച്ചു കേട്ടോ. ഈ IMFന് ഇങ്ങനെ ഒരു പദവി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരെ ആ പോസ്റ്റിലേക്ക് ഇരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. US സിറ്റിസൺ ആണ് കേട്ടോ. US സിറ്റിസൺ ആണ്. ഇനി ഇന്റർനാഷണൽ അഫയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വാഡിനെ പറ്റി അറിയണം. ഈ ക്വാഡ് എന്ന് പറയുന്നത് 2004 അതായത് ആ സമയത്ത് ഒരു സുനാമി വരുമ്പോൾ അതിന്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നതെങ്കിലും 2007 ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നമ്മുടെ ഷിൻസോ ആബെന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നു. പിന്നീട് അത് ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പോകും. അത് 2008 മുതൽ 2012 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ക്വാഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US, അതായത് ചൈനയെ സർക്കിൾ ചെയ്തിട്ടുള്ള 4 രാജ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അത് ഫോം ചെയ്യുകയൊക്കെ ചെയ്തത്. അതിനൊരു മിലിറ്ററി ആസ്പെക്ട് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവർ 4 പേരും കൂടി നടത്തുന്ന മലബാർ എക്സസൈസ് എന്ന് പറയുന്നത് ഇവർ 4 പേരും കൂടി നടത്തുന്നതാണ്. ഈ അടുത്തത് നമ്മുടെ അറബിക്കടലിലൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2017 ശേഷമാണ് ശരിക്കും ഇത് റിവൈവ് ചെയ്തിട്ട് എല്ലാ വർഷവും മീറ്റിംഗ് കൂടുന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇതിനൊരു വേറെയുള്ള സംഘടന പോലെ ഒരു സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഒരു സ്ഥിരം സമിതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, 4 രാഷ്ട്ര തലവന്മാരും കൂടി കൂടുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ പോലെയുള്ള കേസുകളിലൊക്കെ ഇപ്പോൾ പുതിയ റെസൊല്യൂഷൻസ് ഇവർ 4 പേരും കൂടി കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ക്വാഡ് അറ്റ് സീ എന്നുള്ളത് ചേർന്നിട്ട് ആദ്യത്തെ തീരസംരക്ഷണ സേവനം ചേർന്ന് ദൗത്യമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2024 ക്വാഡ് ഉച്ചകോടി എവിടെയാ, വിൽമിംഗ്ടൺ US-ലായിരുന്നു. ഇനി 2025 എവിടെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്നവർ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്താണ് അടുത്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് BRICS എന്ന് പറയുന്നത്. BRICS നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിന്റെ ഒരു ഐഡിയ തന്നെ ജനറേറ്റ് ചെയ്യുന്നത് 2006 അതായത് ജിം നീൽ എന്ന് പറഞ്ഞ ഒരു UK എക്കണോമിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഐഡിയ. അപ്പോൾ അത് ഐഡിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ BRIC എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്ക ഇല്ലാതെ 4 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഓർക്കുക, ഈ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് പോലും ഒരു UK എക്കണോമിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിന്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 2009 2010 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത്
ആഫ്രിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ അപ്പോൾ എന്താണ് 5 രാജ്യങ്ങളായിട്ട് മാറി. എന്നിട്ട് ഏത് വർഷത്തിലാ 2024 പിന്നെ അതിനകത്തൊരു എക്സ്പാൻഷൻ നടക്കുന്നത്. ഒരു 4 മെമ്പേഴ്സിനെയും കൂടി കൂട്ടി 2025 പ്ലസ് ഒരു മെമ്പറും കൂടി വന്നല്ലേ, ഇന്തോനേഷ്യ. മറ്റേ 4 മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാ? ഇറാൻ, UAE, ഈജിപ്ത്, എത്യോപ്യ. ഈ 4 രാജ്യങ്ങൾ 2024 ജോയിൻ ചെയ്തു. അതുപോലെ 2025 ഇന്തോനേഷ്യയും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഇപ്പം നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 10 പേരുണ്ട് കേട്ടോ. അപ്പോൾ 17ാമത്തെ അതിന്റെ മീറ്റിംഗ് നടന്നത് ബ്രസീലായിരുന്നു. നമ്മൾ അതിനേക്കാളും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് 2026 അതിന്റെ ഉച്ചകോടി നടക്കാൻ പോകുന്നത്, അതായത് 18ാമത്തെ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണെന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇനി റഷ്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലോൺ മസ്ക് ദ അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ആദ്യം ട്രംപുമായിട്ട് തെറ്റിയിട്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നോക്കിയേ, വൺ ബ്യൂട്ടിഫുൾ ബിൽ ഏത് രാജ്യത്താണെന്ന് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ US കേട്ടോ. നികുതിയും ചെലവ് ചുരുക്കലും ഉൾക്കൊള്ളുന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് നിയമമായിട്ട് വന്നു. യുനെസ്കോയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിന്മാറി. ഇതിനു മുന്നേ ട്രംപ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് യാർലുങ് സാങ്പോ നദിയിൽ. ഈ യാർലുങ് സാങ്പോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ഇത് അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സിയാങ് എന്ന് പറയും. ഇത് ആസാമിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ഇതിനെ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടിബറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് വരുന്ന ഈ U ഷേപ്പിന്റെ ഇവിടെ ഇതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഈ ഡാം പണിയുന്നത്. അതായത് നമ്മുടെ ഒരു ത്രീ ഗോർജസ് ഡാമില്ലേ, ത്രീ ഗോർജസ് ഡാമിനേക്കാളും ഓൾമോസ്റ്റ് 3 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഡാമിന്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യക്ക് അത് ഒത്തിരി അഫക്ട് ചെയ്യാനായിട്ട് ഒരു ജലബോംബായിട്ടൊക്കെ ആക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇനി നോക്കിയേ, സെപ്റ്റംബറിൽ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ്. അതും വാർത്തയായിട്ടുണ്ടായിരുന്നു. പിന്നെ യുക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് യുലിയ സ്ഥാനമേറ്റിട്ടുണ്ട്. അതും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക. ഇനി കീ ഫിഗേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഗാന ഇന്ത്യ മോദി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന പ്രസിഡന്റ് ആണ് ജോൺ ഡ്രാമി മഹാമ എന്ന് പറയുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്കും നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ടായിരുന്നു. കമലയാണ് അവിടുത്തെ പ്രധാനമന്ത്രി. യുക്രൈൻ നമുക്കറിയാം സെലൻസ്കി ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നോക്കിയ സ്റ്റാർമാൻ ആണ്. പിന്നെ മാലദ്വീപിലേക്കും പോയിട്ടുണ്ടായിരുന്നു, മൊയ്സു ആണ്, മുഹമ്മദ് മൊയ്സു. കാര്യം നമ്മുടെ മോദി ഇവിടെ ഈ രാജ്യങ്ങളിലേക്കൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്ര തലവന്മാരുടെ പേരുകൾ എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസുകൾ ഭയങ്കര ഹൈ ആണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ മാസം ഏറ്റവും വലിയ ലോസ് ആയിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അദ്ദേഹം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജൂലൈ 21 മരിച്ചത്. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഡേറ്റ് എടുത്തെടുത്ത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴൊക്കെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1923 അദ്ദേഹം ആലപ്പുഴയിലെ പുന്നപ്പറയിലാണ് ജനിക്കുന്നത്. പിന്നെ 2006-11 കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നതും നമ്മുടെ VS അച്യുതാനന്ദനാണ്. പ്രധാന പുസ്തകങ്ങൾ നോക്കിയേ, സമരം തന്നെ ജീവിതം, കേരള വികസന സങ്കല്പങ്ങൾ, സമരത്തിന് ഇടവേളകളില്ല, ജനപക്ഷം, പരിസ്ഥിതി വികസനവും, ഇരകൾ വേട്ടയാടുമ്പോൾ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ്. കാര്യം ഈ ബുക്കുകളും ചോദിക്കാം. കാര്യം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയൊരു ബുക്കും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ബുക്കുകളും ഒക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി CV പത്മരാജനാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെയായിരുന്നു, KPCC പ്രസിഡന്റ് ഒക്കെയായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അതുപോലെ CS രാധാദേവി, സരോജ ദേവി ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ കായികത്തിൽ ജോട്ട അല്ലെ, ഫ്രഞ്ച് അല്ല പോർച്ചുഗീസ് ഫുട്ബോൾ താരമായിരുന്നു. അദ്ദേഹം വളരെ യങ് ഏജിൽ തന്നെ ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന് അനിയനും ഒന്നിച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഫൗജ സിംഗ് അല്ലെ, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തോൺ ഓട്ടക്കാരാണ്. 114 വയസ്സുള്ള അദ്ദേഹം വാഹന അപകടത്തിൽ മരിച്ചു അല്ലെ. അതുപോലെ ഇനി അടുത്ത് നോക്കി പ്രമുഖരാണ് ഫെലിക്സ് ബൊങ്കാർട്ടൻ എന്ന ലോക പ്രശസ്ത ഓസ്ട്രിയൻ സ്കൈ ഡ്രൈവറും സാഹസികനുമായ ഫെലിക്സ് അദ്ദേഹവും മരിച്ചിട്ടുണ്ട്. 2012 സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ഹീലിയം ബലൂണിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി ലോക റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ്. പിന്നെ സ്ലീപ്പിംഗ് പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മരിച്ചു. പിന്നെ സർ ഡേവിഡ് നബേറ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. പിന്നെ മേഘ്നാഥ് ദേശായി സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞ മാസം. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് C കേശവൻ കേട്ടോ. 56ാമത്തെ ചരമവാർഷികമായിരുന്നു. പിന്നെ ദാക്ഷായണി വേലായുധന്റെ 47ാമത്തെ ചരമവാർഷികമായിരുന്നു. 2019 മുതൽ നമ്മൾ ദാക്ഷായണി വേലായുധന്റെ പേരിൽ സ്ത്രീകൾക്ക് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏക ദളിത് വനിതാ അംഗമായിരുന്നു എവിടെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ഡേയ്സ്. ജൂലൈ
ജൂലൈയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം തീമും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കാറുണ്ട്. നോക്കിയേ, ജൂലൈ 1 എന്ന് പറയുന്നത് GST ദിനമാണ് അല്ലേ. 2017 ജൂലൈ 1 നിലവിൽ വരുന്നത്. ഡോക്ടേഴ്സ് ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. പിന്നെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനമാണ് ജൂലൈ 3. ജന്തുജന്യരോഗം അല്ലേ, സൂനസ് ഡിസീസ് ഡേ എന്ന് പറയുന്നതാണ് ജൂലൈ 6. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ് ജൂലൈ 10 എന്ന് പറയുന്നത്. സോ അതിന്റെ പ്രമേയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജൂലൈ 11 ഡെമോഗ്രാഫിക് ഡേ, ഇന്റർനാഷണൽ അതല്ലെങ്കിൽ ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത്. ജൂലൈ 15 നോക്കിയേ, ലോക യുവജന നൈപുണ്യ ദിനമാണ്. ലോക പാമ്പ് ദിനമാണ് ജൂലൈ 16. നമ്മൾ സർപ്പ ആപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പ്ലാസ്റ്റിക് സർജറി ദിനം വരുന്നുണ്ട്. അതും എന്ന് തന്നെയാണ്, ജൂലൈ 15 തന്നെയാണ്, ഓർത്തിരിക്കുക. പിന്നെ അന്താരാഷ്ട്ര നീതിക്കായുള്ള ദിനമാണ് ജൂലൈ 17. നെൽസൺ മണ്ടേല ദിനമാണ് ജൂലൈ 18. 2009 മുതൽ ഐക്യരാഷ്ട്രസഭ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലോങ് വാക്ക് ടു ഫ്രീഡം. ഇത് ഒരു പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമാണ് ജൂലൈ 20 എന്ന് പറയുന്നത്. 25 പ്രമേയം നോക്കിയ 1 മൂൺ 1 വിഷൻ ആൻഡ് 1 ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. അതും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ചെസ് ഡേയും അന്ന് തന്നെയാണ് കേട്ടോ. ഇന്റർനാഷണൽ ചെസ് ഡേയും ജൂലൈ 20 തന്നെയാണ്. അതും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. 22 ദേശീയ പതാക ദിനമാണ് അല്ലേ. ഇതിനു മുന്നേ നമ്മൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ള എല്ലാ ഫ്ലാഗുകളും ഉണ്ട്. 1947 നമ്മൾ ഇപ്പൊ കാണുന്ന ഫ്ലാഗ് വന്നിട്ടുള്ളത്. ഇനി ദേശീയ പ്രക്ഷേപണ ദിനമാണ് ജൂലൈ 23 എന്ന് പറയുന്നത്. കാർഗിൽ വിജയ് ദിവസ് വന്നിട്ടുണ്ട് ജൂലൈ 26. ആദായ നികുതി ദിനം വന്നിട്ടുണ്ട്. നാഷണൽ ഇൻകം ടാക്സ് ഡേ ജൂലൈ 24 അതും വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഇംഗ്ലീഷിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് കൂടാതെ ജൂണിലെ നമ്മൾ ഓൾറെഡി വീഡിയോയും ഉണ്ട്, നമ്മുടെ PDF ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അല്ല 6 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ ഉണ്ടെന്നുള്ളതും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇതല്ലാതെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, അത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ പോരാട്ടം സീരീസ് SIയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.